ഹലോ മാം, ഈ ടെലിഗ്നോസിസ് എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ടെലിഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ദൂരെ ഇരുന്നുകൊണ്ട് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള മൈൻഡിന്റെ പവറിനാണ് ഈ ടെലിഗ്നോസിസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ജീവിക്കത്തൊക്കെ കാണുമായിരിക്കും. ലിയോ സുഷാർ എന്ന് പറഞ്ഞൊരു പ്രശസ്ത മെന്റലിസ്റ്റ് ഉണ്ട്. പുള്ളിയൊക്കെ വസ്തുക്കളെയൊക്കെ അതിന്റെ മൈൻഡ് ഉപയോഗിച്ച് ചലിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഒരു പേന ചലിപ്പിക്കാൻ പോവാണ്. പേന ചെക്ക് ചെയ്യാം, എന്തെങ്കിലും ഗിമിക്കോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. മാറ്റോ ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഈ പേന ഞാൻ ഈ ഗ്ലാസിന്റെ മുകളിൽ വെച്ച് ഒന്ന് ചലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ചിലപ്പം അത് ശരിയാകാം, എൻ്റെ മൈൻഡിന്റെ പവർ ആയിരിക്കും. ഓക്കെ, നോക്കാം. ടെലിഗ്നോസിസ് എഫക്റ്റ് എന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അത് ഇത് ചെറിയ ഒരു കാര്യമാണ്. അപ്പൊ പറയുകയായിരിക്കും, ഞാൻ ഒരു പേന ആരാ അതിനെ ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കും അല്ലേ? ഞങ്ങൾക്ക് എന്തെങ്കിലും ഗിമ്മിക്ക് കാണും അല്ലേ? ഒരു മാഡം ഒരു പേന എടുക്കാം. അതിന്റെ പേന എടുത്തു, ഇതാകാൻ മതി. പേന മാഡം തന്നെ വെച്ചോളൂ. ഓക്കെ, നോക്കാം. That is ടെലിഗ്നോസിസ് എഫക്റ്റ്. ക്ലിയർ ആയില്ലേ? അപ്പൊ അത് അതുപോലെ തന്നെ മറ്റു പല വസ്തുക്കൾ പോലെ ചലിപ്പിക്കാൻ പറ്റും. അതിൽ വേറെ ഉദാഹരണമാണ്, ഇപ്പോൾ നമ്മൾ ഈ പേന ചലിച്ചിട്ടല്ലോ, അപ്പോൾ വേറൊരു ഇഫക്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയൊരു ചെറിയൊരു ഈർക്കിലുണ്ടാക്കിയ ഒരു പാവയായിരുന്നു. ഇത് ഞാൻ പേര് കൊടുത്തേക്കുന്ന വൂഡു ഡോൾ എന്നാണ്. വൂഡു ഡോൾ ഒന്ന് ചെക്ക് ചെയ്യാം, എന്തെങ്കിലും ഗിമിക്കുകളെല്ലാം ഉണ്ടോ നോക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്. കാര്യം ഞങ്ങൾ സ്കൂളിലൊക്കെ NSSന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് ഡോളുകൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഈർക്കിലും ത്രെഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ഞാനൊന്ന് ചലിപ്പിക്കാൻ ശ്രമിക്കുക. വാച്ച് ഇറ്റ് കെയർഫുള്ളി. നോക്കുക, ഓക്കെ. താങ്ക് യു ഫോർ യുവർ കോർപ്പറേഷൻ. അപ്പം വിചാരിക്കും ഇതുപോലെ ഒരു താക്കോലായിരുന്നു. ഞാൻ പണ്ട് ഈ മറ്റൊരുത്താഴ് സിനിമ ഇല്ലേ, സിനിമയ്ക്കകത്തൊക്കെ തെക്കിനിയുടെ താക്കോല് പോലത്തെ ഒരു താക്കോലായിരുന്നു. ഇതിനെ നമുക്ക് ഈ ടെലിഗ്നോസിസ് എഫക്റ്റ് വെച്ച് ചലിപ്പിക്കാൻ പറ്റും. ഞാൻ ശ്രമിക്കാൻ നോക്കുകയാണ്. ടെലിഗ്നോസിസ് എഫക്റ്റ് നോക്കുകയാണ്. എന്റെ കൈ വരയ്ക്കുന്നുണ്ട്. താങ്ക് യു. ഇങ്ങനെ ഇഷ്ടപ്പെട്ടാലോ? ഏറ്റവും മൈൻഡിന്റെ പവറാണ് കൂടുതലും കാണിക്കുന്നത്. മൈൻഡ് ടെലിഗ്നോസിസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മൈൻഡിന്റെ പവർ കൊണ്ട് ചലിപ്പിക്കുന്നതാണ്. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പേന ചലിപ്പിച്ചാണോ, ഗുരുഡോളാണോ, താക്കോലിക്കാണ്. അത് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കും വളരെ ഇഷ്ടമായി. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ താല്പര്യമാണ് ഇത് കാണുമ്പോൾ. ചിലർ പേടിക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മളത് കഥ പറയുന്നത് ആത്മാവിനെ ആവാഹിച്ചെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ രോമാഞ്ച സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ ആത്മാവിനെ ആവാഹിച്ചെടുത്ത്
നമ്മുടെ മൈൻഡ് കൊണ്ട് ഒന്ന് ചലിപ്പിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ, താങ്ക് യു.